ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കും. ആമേൻ. ചില സമയത്ത് ഞാനിങ്ങനെ ധ്യാനിപ്പിക്കുമ്പോഴേ ഞാനിങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഉടമ്പടിയിലുണ്ടാകുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ലേ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപയോഗ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗ്രേസ് ലെവല് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ അക്വേർഡ് ഗ്രേസ് എന്നൊക്കെ പറയടക്ക്, ആർജിത കൃപ. പക്ഷേ അത് ഞാനതിനെക്കുറിച്ച് അപ്പോൾ അവിടെ എവിടെയോ ഒരു ആർജിത കൃപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധ പറയുന്നുണ്ടായിരുന്നു, നീ ഇത് റെക്ടിഫൈ ചെയ്യണം, അത് കറക്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയാൻ. അപ്പം ഞാൻ പിന്നെ എനിക്ക് പക്ഷേ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വിഷയം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ കർത്താവുമായിട്ട് ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃപയെക്കുറിച്ച് വചനങ്ങളൊക്കെ പരിശോധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് ഈ കൃപ ഓരോ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, 10 രോഗികളെ കണ്ടു, 6 കെട്ടിപ്പൊതിച്ചോറ് തന്നെത്താൻ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടോ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ വിലയാണ് ഈ കൊടുക്കണതെന്ന്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവുമോ, എനിക്ക് ദൈവം തരാമെന്ന് ജോലിക്കുള്ള കൂലിയാണ് ഈ കൊടുക്കണമെന്ന്. പണ്ട് ഗോതമ്പ് റോഡെന്നൊക്കെ പറയത്തില്ലേ, എല്ലാ നാട്ടിലും ഉണ്ടാകും ഗോതമ്പ് റോഡ്, പേരുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കാലത്ത് തൊട്ടുള്ള പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിക്ക് പകരം, പണത്തിന് പകരം ധാന്യങ്ങൾ. ഒരു തോടൊക്കെ വിട്ടുന്ന സമയത്ത് 5 മണിക്ക് പണി കയറി കഴിയുമ്പോൾ ചിലപ്പോൾ 2 കിലോ ഗോതമ്പ് അല്ലെങ്കിൽ 1 കിലോ അരി തരും. അതിന് പഴയ മലയാളത്തിൽ ഒരു പേരുണ്ടായിരുന്നു, ഊഴിയാവേല. ഊഴിയാവേല എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ രാജാക്കന്മാരുടെ ഈ തിരുവിതാംകൂറിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട് ഊഴിയാവേല. ഊഴിയാവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേല എടുത്താൽ നമുക്ക് പൈസ ആയിട്ട് കാശ് കിട്ടത്തില്ല, മറിച്ച് ധാന്യം കിട്ടും. അങ്ങനെയാണ് രാജാക്കന്മാർ തോടും എല്ലാം വെട്ടിച്ചിരിക്കണത്, റോഡൊക്കെ ഇട്ടിരിക്കണത്. നിങ്ങളിതുപോലെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഊഴിയാവേലയായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് ജോലി തരുന്നു, അതിന് കർത്താവിനൊരു കൂലി കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ച് നമ്മൾ രോഗികൾക്ക് ഇത് കൊടുക്കുന്നു.
തമ്മിൽ എൻ്റെ മക്കൾ ഇതിനെ കണക്ട് ചെയ്യരുത്. ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല ഇത് കൊടുക്കുന്നത്, വിലയായിട്ടല്ല കൊടുക്കുന്നത്. മറിച്ച് അത് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയോടുള്ള നമ്മുടെ സഹകരണമാണ്. ദൈവത്തോട് ചെയ്യുന്ന സഹകരണം. അപ്പം നമ്മൾ ചില ആൾക്കാർ ഈ സഹകരണം വരുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ? കർത്താവ് തിരിച്ച് സഹകരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ജോലിയെല്ലാം കിട്ടുന്നത്. പക്ഷേ അതിന് ഡയറക്റ്റ് ഒരു വിലയായിട്ട് നമ്മൾ കാണരുത്. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരുടെ കൂടെ അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളങ്ങൾ ആവശ്യം. ഇപ്പം ചില ആൾക്കാർ കൃപാസനത്തെ ചിലർ ആക്ഷേപിക്കുന്നത് എന്താണ്, അത് അനുഗ്രഹമുള്ള സ്ഥലത്തെല്ലാം ആൾക്കാർ ഓടിക്കൂടുമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, 2004 ഡിസംബർ 7 സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 കൊല്ലം നമ്മളത് പ്രാർത്ഥിച്ചു. കാരണം അതിനകത്ത് അപ്പോൾ അന്നൊക്കെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഇപ്പോൾ ഉടനെ ഇത് ചാടിക്കയറി പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആപത്തുണ്ടാകുമെന്നൊരു സൂചന ഉണ്ട്. അത് ശരിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അത് പ്രൊക്ലെയിം ചെയ്യാനുള്ള സമയമായി. മാതാവ് വാടിപ്പെട്ടി വെച്ച് എന്നെ നിർബന്ധിച്ചാണ് പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി. പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാതാവ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. ഉടമ്പടി തരികയിലല്ല ചെയ്തത്. ഉടമ്പടി തന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ അടയാളമൊന്നും ഉണ്ടാകണം ഒരു നിർബന്ധമില്ല. നീ ഇപ്പോൾ വായിച്ചു കേട്ട പോലെ കർത്താവ് അവരോട് പ്രവർത്തിച്ചു. അതാണ് വിഷയം. കർത്താവ് കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അടയാളങ്ങൾ വരണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൃപയോട് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയും അതുപോലെ തന്നെ പേഴ്സ പ്രവർത്തനങ്ങളും ഒരു കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് അവൻ നേടിയെടുത്ത കൃപയോടുള്ള നമ്മുടെ സഹകരണമായിട്ട് കൊടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.